സഹപാഠിക്കൊരു സ്നേഹ സമ്മാനമായി ആട്. വിദ്യാഭ്യാസം കൊണ്ട് സാർവത്രികമായ വ്യക്തിത്വ വികസനമാണ് ലക്ഷ്യമാക്കുന്നത് എങ്കിൽ അതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ചിറ്റിലഞ്ചേരി MNKM-HSS സ്കൂൾ. ഇത്തവണ 10ാം തരം പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളാണ് പഠിച്ചിറങ്ങുമ്പോൾ അർഹതപ്പെട്ട ഒരു സഹപാഠിയെ കണ്ടെത്തി അവിസ്മരണീയമായ ഒരു സമ്മാനം നൽകി വ്യത്യസ്തരാവുന്നത്. കൃഷിയും ആടുവളർത്തലുമൊക്കെയായി ഉപജീവനം നടത്തുന്ന ഒരു കുടുംബത്തിലേക്ക് ആടിനെ വളർത്താൻ നൽകിയാണ് വിദ്യാർത്ഥികൾ വേറിട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നത്. ഇത്രയും ജൈവികമായ ഒരു സമ്മാനം നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് എന്നാണ് നാട്ടുകാരുടെയും അഭിപ്രായം. ഇതിലൂടെ വിദ്യാർത്ഥികൾ മാനുഷിക മൂല്യവും സഹവർത്തിത്വ മനോഭാവവും സാമൂഹ്യ പ്രതിബദ്ധതയുമാണ് ഉയർത്തിപ്പിടിക്കുന്നത് എന്നത് അഭിമാനിക്കാൻ വക നൽകുന്നു എന്നതാണ് അധ്യാപകരുടെ അഭിപ്രായം. ഒരുപാട് പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിൽ നിന്നും വ്യത്യസ്തമായി അതുപോലെ തന്നെ മഹത്തരമായതുമായ ഒരു സ്നേഹ സമ്മാനം തങ്ങളുടെ സഹപാഠിക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ചടങ്ങ് ഉദ്ഘാടനം വാർഡ് മെമ്പർ ജ്യോതി കൃഷ്ണൻ നിർവഹിച്ചു. എന്തായാലും നമുക്ക് എല്ലാവർക്കും ഒരു പ്രചോദനമായി തീരട്ടെ. ഈ മാനവ സ്നേഹത്തിൻ്റെ സന്ദേശം നിങ്ങളുടെ ഓരോരുത്തരിലും ഇനിയും ഉള്ള വർഷങ്ങൾ ഇപ്പോൾ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുക എന്നുള്ളതാണ്. അതിന് പുറമെ അതിനപ്പുറത്തേക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുക എന്ന ഉദ്ദേശശുദ്ധി അതിൽ ഞാൻ കാണുന്നു. അതിൽ നിങ്ങളോട് വളരെയധികം സന്തോഷമുണ്ട്. അത് നിങ്ങൾക്ക് തുടരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. PTA പ്രസിഡന്റ് മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക A. ബിന്ദു, പഞ്ചായത്ത് മെമ്പർ A. ജ്യോതികൃഷ്ണൻ, അധ്യാപകരായ മഹേന്ദർ M. രതീഷ്, P. സംഗീത, റംലത്ത്, മുസ്തഫ, സ്കൂൾ ലീഡർ അനസ് എന്നിവർ സന്നിഹിതരായി. 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വിദ്യാലയത്തോട് വിട പറയുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു കാര്യം വിദ്യാലയത്തിന് നൽകണം എന്നതിൽ അതെന്താ ചെയ്യണമെന്ന് ഞങ്ങൾ അധ്യാപകരോട് ചോദിച്ചപ്പോൾ ഹക്കീം സാറാണ് ഇത്തരത്തിൽ ഒരു കൗതുകമുള്ളൊരു കാര്യം മുന്നോട്ട് വെച്ചത്. എക്കാലത്തേക്കും ഓർമ്മയിൽ നിൽക്കാൻ പറ്റുന്ന ഇത്തരത്തിൽ വ്യത്യസ്തമായൊരു കാര്യം ഒരു കുടുംബത്തിന് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം അഭിമാനവും സന്തോഷവും. അങ്ങനെ ഒരു സമ്മാനം തന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് സഹപാഠികൾ